സമാധാനമാണ് വലുതെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് ചെല്ലി ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാ വലുതെന്ന്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പ്രവാസികളെ കുറിച്ചൊരു വീഡിയോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രവാസി ആയതിനു ശേഷം പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന്. ഞാൻ ആഗ്രഹിച്ച പ്രവാസം യൂറോപ്പായിരുന്നു. ബട്ട് ഫൈനലി ഞാൻ എത്തിച്ചേർന്നത് ദുബായിലാണ്. ഏകദേശം 1 വർഷത്തോളമുള്ള എൻ്റെ ദുബായ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെ യോജിക്കുന്നവരും ഉണ്ടാവും, വിയോജിക്കുന്നവരും ഉണ്ടാവും. നാട്ടിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയും ജോലിയും വേറെ ബാധ്യതകളും കാര്യങ്ങളും ഒന്നും ഇല്ല എങ്കിൽ ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ കുറച്ച് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല പ്രായം മുഴുവൻ കൊണ്ടുപോയി പ്രവാസിയായി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ഉണ്ടാവില്ല. ഇൻ എ വേ യു ആർ റൈറ്റ്. നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും, ഉറക്കത്തിനെ ബാധിക്കും, സമയത്തിൻ്റെ വില എന്താണെന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കും. ഇതിനപ്പുറം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടും, നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ നഷ്ടപ്പെടും. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് വിചാരിച്ച ഒരുപാട് ആൾക്കാർ, നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുമെന്ന് നമ്മൾ വിചാരിച്ച ആൾക്കാർ നമ്മൾ ഒരിക്കലും സഹായിക്കത്തില്ല. എന്നാൽ നമ്മൾ ഒരിക്കലും സഹായിക്കില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറം നമ്മുടെ മെസ്സേജിനും കോളിനുമായി കാത്തിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരവിടെ ഉണ്ടാവും, നമ്മുടെ ഫാമിലി. ഇതിലൊരു തെറ്റിദ്ധാരണയുണ്ട്. പ്രവാസികൾ വിചാരിക്കുന്നത് എന്താണ്, ഇന്നലെ വരെ പ്രിയപ്പെട്ടവരായിരുന്നവർ ഇന്ന് മെസ്സേജ് ചെയ്യുന്നില്ല, കോള് ചെയ്യുന്നില്ല, എൻ്റെ സാഹചര്യം മനസ്സിലാക്കുന്നില്ല, അവർ മനസ്സിലാക്കി മെസ്സേജ് അയക്കുന്നില്ല. നാട്ടിലുള്ളവർ വിചാരിക്കുന്നത് എന്താണ്, ഇന്നലെ വരെ പെട്ടെന്ന് കിട്ടിയിരുന്ന റിപ്ലൈ എല്ലാം ഇപ്പോൾ വൈകിയാണ് കിട്ടുന്നത്. അവൻ പ്രവാസി ആയപ്പോൾ അല്ലെങ്കിൽ ഗൾഫുകാരനായപ്പോൾ നമ്മളെയൊക്കെ മറന്നു. ഇതിൽ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. രണ്ട് സാഹചര്യങ്ങളാണ്, ടൈമിങ്ങിലും വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും. കുബൂസിനോടൊക്കെ ഒരു പ്രത്യേകതര സ്നേഹമായിരിക്കും. ആഹാരത്തിൻ്റെ വില എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കും. പച്ചവെള്ളത്തിനും ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും പ്രവാസിയുടെ വിഷമം മനസ്സിലാവില്ല. അതിന് നമ്മൾ പ്രവാസി ആവുക തന്നെ വേണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇവിടുത്തെ പ്രവാസികൾ അനുഭവിക്കുന്ന കാര്യമാണ്. എന്നിട്ടും എന്തുകൊണ്ട് അവർ തിരിച്ച് നാട്ടിൽ പോകുന്നില്ല? നമ്മുടെ കുടുംബത്തിലുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് വർഷം ഇവിടെ ജീവിച്ചു. പുതുതായിട്ട് ഒരുപാട് ആളുകൾ വരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്ന, വരാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് ഇവിടെ ഉണ്ട്. അതെന്താണെന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. സീ ടുമാറോ.